യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചിന്ത നമുക്ക് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. അവിടെ നമ്മൾ വായിച്ചത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതായ ആ പൊതുവായ ചിന്തയ്ക്ക് ആസ്പദമായി നമ്മൾ ദൈവത്തിൻ്റെ വിളിയുടെ വിവിധ ഉദ്ദേശങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, ദൈവം നമ്മെ ഏക ശരീരമായി വിളിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ദൈവം നമ്മെ വിളിച്ചത് നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ. 1 തിമോഥെയോസ് 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു: വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. അപ്പോസ്തലൻ പൗലോസ് താൻ വിശ്വാസത്തിൽ ജനിപ്പിച്ചവനായ, അല്ലെങ്കിൽ ആത്മീക ശിശുവായ, അല്ലെങ്കിൽ ആത്മീക പുത്രനായ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായൊരു കാര്യം പറയുന്നു: നീ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു. അപ്പോൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു? നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ. എന്താണ് നിത്യജീവൻ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ഫലമായി ലഭിക്കുന്ന ഒന്നാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നിത്യജീവൻ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു ടിക്കറ്റ് പോലെയാണ്. ഇന്ന് വിദേശത്തേക്ക് പോകുവാൻ നമ്മൾ വളരെ ആഗ്രഹിച്ച് പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിസ ലഭിക്കുന്നു. ആ വിസ ലഭിക്കുമ്പോൾ മുതൽ നമ്മൾ പറയാൻ തുടങ്ങും, ഞാൻ ഇന്നടത്ത് പോവുകയാണ്, ഞാൻ അടുത്ത വർഷം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകുകയില്ല, ഞാൻ അവിടെയായിരിക്കും എൻ്റെ ശിഷ്ടകാലം ചെലവഴിക്കുന്നത്. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് പറയുന്നത് ആ ലഭിച്ച വിസയുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞതുപോലെ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ ആ സ്വർഗീയ ഭവനത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ എടുക്കുന്ന ടിക്കറ്റാണ് ഈ നിത്യജീവൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് പ്രാപിക്കുന്നത്? അത് പ്രാപിക്കുവാൻ ഒരേ ഒരു വഴിയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യോഹന്നാൻ 3:16 നമ്മൾ പറഞ്ഞല്ലോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? അവർ നശിച്ചു പോകും. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ഒന്നാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ നിത്യജീവൻ നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ലോകത്തോട്, അല്ലെങ്കിൽ എല്ലാവരോടും, പിശാചിനോടും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്: എൻ്റെ ദേശം ഇവിടെ അല്ല, ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാണ്, അതുകൊണ്ട് എന്നെ കൊണ്ടുള്ള പ്രയോജനം ഇനി സാത്താനില്ല, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് ആ വ്യക്തി നിത്യജീവൻ ലഭിക്കുന്നത് മൂലം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചതായ ഈ വാക്യം 1 തിമോഥെയോസ് 6:12 വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക എന്ന് പറഞ്ഞിട്ടാണ് നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നത്. അതായത് നിത്യജീവനെ പിടിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന കാര്യമാണ് പോരാട്ടം, യുദ്ധം. എന്തുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരുന്നു? നിത്യജീവനെ അവകാശമാക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെങ്കിലും അതിൽ നിന്നും തള്ളി താഴെയിടുവാൻ പിശാച് ശ്രമിക്കുന്നു. കാരണം അവനറിയാം, ഇനി മേലാൽ ആ വ്യക്തിയെ എനിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് നേരെ എപ്പോഴും പിശാച് പോരാടിക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും തരുന്നതായൊരു സൂചനയാണ്. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് യേശു പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടതയുണ്ടാകുന്നത്? ഞാൻ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമാണല്ലോ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ആ വ്യക്തി മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നൊക്കെ അദ്ദേഹം വിടുതൽ പ്രാപിച്ച് വിശുദ്ധ ബൈബിൾ എടുത്ത് സഭാ ആരാധനയ്ക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ തൻ്റെ സമൂഹവും തൻ്റെ എല്ലാവിധമായ ആളുകളും തനിക്ക് എതിരായിട്ട് മാറും. കാരണം എന്താ? നമ്മൾ ചോദിക്കുകയാണ്,
നിങ്ങളെന്തിനാ ഇദ്ദേഹത്തോട് എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇദ്ദേഹം ഇന്നടത്ത് പോകുന്നത് ഇഷ്ടമല്ല. കാരണം അത് ഞങ്ങളുടെ കുടുംബ മഹിമകൾക്കെതിരാ. ഞങ്ങൾക്ക് അത് വളരെ നിന്ദയാ. എന്തുകൊണ്ട് നിന്ദയാകുന്നു? അദ്ദേഹം മദ്യപിച്ച് ഓടയിൽ കിടന്നാലും അദ്ദേഹത്തിൻ്റെ ശരീരം വൃത്തികേടായാലും ഈ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എല്ലാവർക്കും പ്രശ്നമുള്ളത് എപ്പോഴാണെന്നറിയാമോ? അദ്ദേഹം നിത്യജീവനെ പിടിക്കുമ്പോഴാണ്, ദൈവവചനത്തിൽ അദ്ദേഹം ആശ്രയിക്കുമ്പോഴാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ ഭാഗമായി അദ്ദേഹം തീരുമ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം നമ്മെ കാണിക്കുന്നത് നിത്യജീവൻ പിടിച്ചുകൊള്ളുന്ന ആൾക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, പോരാട്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് വീണ്ടും ശക്തിയോടെ തൻ്റെ നിജപുത്രനായ തിമോഥെയോസിനോട് പറയുന്നത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതായത് പിടിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നും തട്ടിപ്പറിക്കുവാൻ ആളുകൾ കടന്നു വരും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പോക്കറ്റടിക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പോക്കറ്റുകൾ സേഫാക്കും. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതമാകുന്ന ഒരു സ്ഥലത്ത് വയ്ക്കാനേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അത് കാണിക്കുന്നത് ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, എൻ്റെ നിത്യജീവനെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള അതേ ആശയത്തിലാണ് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് നമ്മൾ പ്രാപിച്ചതായ നിത്യജീവൻ. അതായത് കർത്താവ് യേശുക്രിസ്തു ഇന്ന് തൻ്റെ വാഗ്ദത്തം അനുസരിച്ച് ആകാശമേഘങ്ങളെ വാഹനമാക്കി താൻ വരികയാണെങ്കിൽ, ക്രിസ്തുവിൽ ഇന്ന് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ രൂപാന്തരം പ്രാപിക്കും എന്നുള്ളതായ ആ വലിയ വിശ്വാസത്തിൻ പ്രകാരം ഞാൻ എടുക്കപ്പെടും എന്നുള്ള ആ ഉറപ്പോടുകൂടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ നിത്യജീവനെ പിടിച്ചുകൊള്ളുന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി ഭവന സന്ദർശനങ്ങൾ നടത്തുമ്പോൾ ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെയാണ് ചെലവഴിക്കുക? നരകത്തിലാണോ സ്വർഗത്തിലാണോ? എല്ലാവരും പറയും സ്വർഗത്തിലാണ്. പക്ഷെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, വേണ്ടത്ര ഉറപ്പില്ല. വേണ്ടത്ര ഉറപ്പില്ല. എന്തുകൊണ്ടാണ് ഉറപ്പില്ലാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസ കൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഞാൻ ഇന്ന രാജ്യത്തിലേക്ക് യാത്രയാകും. പക്ഷെ ഇന്ന് പലർക്കും ഉറപ്പില്ലാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ വിശ്വാസം വരാത്തത് എന്തുകൊണ്ടാണ്? നിത്യജീവനെ അവർ പിടിച്ചുകൊണ്ടില്ല. നിത്യജീവനെ പിടിച്ചുകൊള്ളുന്ന ആളുകൾ പറയും, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത സ്വർഗത്തിൽ ചെലവഴിക്കും. അഥവാ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിച്ചാൽ ഞാൻ രൂപാന്തരപ്പെട്ട് അവനോടൊപ്പം എടുക്കപ്പെടും, എന്നേക്കും ഞാൻ അവനോടുകൂടെ ആയിരിക്കും. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നിത്യജീവനെ പിടിച്ചുകൊള്ളുന്നതാണ്. അനേക പ്രിയപ്പെട്ടവർ സ്നാനപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നിത്യജീവനെ പിടിക്കുന്നതിൻ്റെ അപകടമാണ്. നിത്യജീവനെ പിടിച്ചാൽ തങ്ങളുടെ സുഹൃത്തുക്കൾ തങ്ങൾക്കെതിരായി മാറുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ ദൈവത്താൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുള്ളവർക്ക് തീർച്ചയായിട്ടും നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിത്യജീവനെ പിടിക്കുവാനാണ്. പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകാം, പക്ഷെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. ഒരിക്കലും പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ പിന്മാറിപ്പോകരുത്. പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഉറച്ചു നിൽക്കാതിരിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തം എന്താ? കൊയ്ത്തുകാലത്തേക്കും യോർദാൻ കരകവിഞ്ഞൊഴുകും, യോർദാൻ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നതായ സമയം. പക്ഷേ ആ സമയത്ത് ദൈവജനത്തിന് യോർദാൻ മുറിച്ചു കിടക്കേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അന്നത്തെ പുരോഹിതന്മാർ, ഞാൻ വിശ്വസിക്കുന്നു ഏതാണ്ട് 12 പുരോഹിതന്മാർ, അവർ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനിൻ്റെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ, അവരുടെ ഉള്ളങ്കാൽ യോർദാൻ്റെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ആ യോർദാൻ രണ്ടായി പിരിഞ്ഞുവെന്നും ജനം അതിലൂടെ അക്കരെ കടന്നുവെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. പ്രതികൂലത്തെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിത്യജീവനെ നിങ്ങൾ പിടിച്ചുകൊള്ളണമെന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നിത്യജീവനെ പിടിച്ചുകൊള്ളണം. നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുവാൻ നിങ്ങൾ സമ്മതിക്കല്ലേ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രാപിച്ചതായ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ഒരുക്കുന്നതായ ആ നിത്യഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. ഇനി വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.
കർത്താവേ, ഈ വചനം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.